ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് നിങ്ങൾ ഒന്ന് കുഞ്ഞായി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായിരിക്കും. ചില കുസൃതി ചോദ്യങ്ങൾ. കുസൃതി ചോദ്യമല്ല, അതായത് പാട്ടും അതും സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ചേട്ടനോട് ചോദിക്കാം. മമ്മൂട്ടിയുടെ ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 സിനിമകൾ. അയ്യോ വലിയ പാടാണ് കേട്ടോ. അതന്നെ കറുത്ത പൗർണമിയാ. പഴയതാണ്. ഇങ്ങനെ കറുത്ത പക്ഷിയാ. ഓക്കെ. പിന്നെ എനിക്ക് വലിയ പാടാണ് ഇത്തരം കാര്യങ്ങൾ. വലിയ പാടാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അതായത് കസബ അതൊക്കെ പിന്നെ കൂടെവിടെ അതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ പറയാൻ കിട്ടുന്നില്ല. പോട്ടെ. ഇനി ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നു കാതോട് എനിക്ക് പോലും ഓർമ്മ സമയത്തിന് ബുദ്ധി വരില്ല. ഇനി ദാസേട്ടന്റെ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പാട്ടുകൾ. 1000 പാട്ടാണ് ഈ ചേട്ടാ. ഇനി അടുത്തത് 1000 അജന്താ ശില്പങ്ങളിൽ. ഓക്കെ. ഇനി അടുത്തത് ആത്മാവിൽ മുത്തുവിളിച്ചതുപോലെ. അതന്നെ. ഒരു കുറച്ചുകൂടി പുതിയതായിട്ട് ലാലേട്ടന്റെ ഒക്കെ ഒരു പാട്ട്. 5 ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അന്തിവയിൽ. ശരി, ഇനി ചേട്ടൻ്റെയാണ്. 5 വ്യത്യസ്ത ഡാൻസ് ഫോമിന്റെ പേരുകൾ പറയാം. 5 വ്യത്യസ്തമായിട്ടുള്ള ഫോക്ക് ഡാൻസ്, പിന്നെ കുച്ചിപ്പുടി, ഭരതനാട്യം, പിന്നെ കഥകളി, നൃത്താഭിനയം, ഇത് ഇങ്ങനെ കളിക്കുന്ന ഒരു ഡാൻസ്, പിന്നെ കൂടിയാട്ടം. മോഹിനിയാട്ടം. ഇപ്പഴാ പറഞ്ഞത്. ശരി, സൂപ്പർ. ഇനി അടുത്ത് 5 നാടക ഗാനങ്ങൾ പാടുക. പെട്ടെന്ന്. ഇനി അടുത്ത് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് മണ്ണിലിടമില്ല. ചക്കരപ്പന്തലിൽ തേൻ മഴ പൊഴിയും ചക്രവർത്തി കുമാര, അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്. ഒരെണ്ണം കൂടി. ദാഹം ബലികുടി നാടകാനല്ല, നാടകാനെന്ന് പറയാം. അത് അവതരണമായിട്ട് ഉപയോഗിച്ചു പറയാം. ചേച്ചി അതെ ഇരിക്കട്ടെ, ചേച്ചി ആയതുകൊണ്ട്. ഇനി ചേട്ടന് എല്ലാം ഇങ്ങനത്തെ കുനിഷ്ട ചോദ്യങ്ങളാട്ടോ. ഫ്രിഡ്ജ് തുറന്നാൽ ആദ്യം കാണുന്ന 5 വസ്തുക്കൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. വീട്ടിൽ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് തക്കാളി കാണാൻ പറ്റും, പിന്നെ ഈ പാവയ്ക്ക കാണാൻ പറ്റും, പിന്നെ ഐസ് ക്യൂബ്സ് കാണാൻ പറ്റും, പിന്നീട് ഫ്രൂട്ട്സ്, പഴങ്ങള്, അതായത് ആപ്പിള്, പിന്നെ ഈ തേങ്ങാമുറി വെക്കില്ല, അതൊക്കെ തേങ്ങാമുറി ഉണ്ടാവും. തിരിവി വെക്കും ചിലപ്പോ. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. പിന്നെ 5ാമത്തെ വേണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള സാധനമാണത്, പാല്, തൈര്. അതെ, അതൊക്കെ മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇതൊക്കെ തന്നെ ഉള്ളു. ശരി, ഇനി അടുത്തത് ചേച്ചി ഏറ്റവും പ്രിയപ്പെട്ട 5 ശിഷ്യന്മാരുടെ പേര്. ഒരുപാട് പേരുണ്ട്. അതായത് നമ്മളിപ്പോ പറയാ ടീച്ചർക്ക് ഒരുപാട് പേര് ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോ മനസ്സിൽ വരുന്ന 5 പുട്ട് അത്രേ ഉള്ളൂ. വിഷ്ണു വിജയ്, മധു, ജസ്റ്റിൻ, അനന്തകൃഷ്ണ, പിന്നെ ഹണി. ഇനി ചേട്ടൻ സന്തോഷം തോന്നിയാൽ ആദ്യം ചെയ്യുന്ന 5 കാര്യങ്ങൾ. ഇപ്പൊ അതായത് നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾ ചിലപ്പോൾ കൈ കിട്ടുന്ന സാധനങ്ങൾ താഴെ എറിഞ്ഞ് പൊട്ടിക്കാൻ സംഭവം. അതുപോലെ ചിലപ്പോൾ സന്തോഷം വരുമ്പോ ചിലവര് എന്നാ ഇന്ന് പോയിട്ട് പുറത്ത് പോയി നല്ല ഭക്ഷണം കഴിച്ചേക്കാം, അങ്ങനെയൊക്കെ. ഇത് ഞാൻ സന്തോഷം വരുമ്പോ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സിനിമ കാണും. പിന്നെ കുടുംബത്തിൽ എല്ലാവരും സംസാരിക്കും, ഈ വിഷയം ആസ്വദിക്കും. പിന്നെ സുഹൃത്തുക്കളെ വിളിക്കും, സുഹൃത്തുക്കളെ കോള് വരും, അത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷം. പഞ്ചായില്ലേ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം ഉണ്ടാക്കാം. ഇപ്പൊ ഉണ്ടാക്കുകയാണ്. പാട്ട് കേൾക്കും, പാട്ട് പാടും.
അതല്ലേ നമ്മൾ കാണുന്നത് അല്ലേ? അതെ, പാട്ട് കേൾക്കും. പിന്നെ ഈ സന്തോഷം വരുമ്പോ ഭാര്യയെ അടുത്ത് വിളിച്ചിരുത്തി 2 വാക്ക് നല്ലത് പറയാ, പുകഴ്ത്തി പറയാ, അങ്ങനെ എന്തെങ്കിലും നല്ല അങ്ങനെയൊന്നുമില്ല. ആചാരങ്ങൾ? ഈ കള്ളങ്ങളൊന്നും എനിക്കില്ല. തോന്നൽ മാത്രമേ ഉള്ളൂ ചെയ്യുള്ളൂ. ഓക്കെ, ശരി. ഇനി ചേച്ചിയോടുള്ളതാണ് കേട്ടോ. നേടണം എന്ന് ആഗ്രഹിക്കുന്ന 5 പുരസ്കാരങ്ങൾ. എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളില്ല. അല്ല, ആഗ്രഹമില്ല, അത് ഓക്കെ, അത് സംഭവിച്ചു. പക്ഷെ എന്നാൽ ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ച നിലയ്ക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരങ്ങൾ മനസ്സിലാക്കി. അത് ഞാൻ അങ്ങനെ പറയുമ്പോ അപ്പൊ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. അങ്ങനെയല്ല, അതായത് ഞാൻ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കുഞ്ഞിലെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുമല്ലോ, ഓ ആ ഒരു അവാർഡ് അല്ലെങ്കിൽ അങ്ങനെ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അന്ന് 5 ഏതൊക്കെ പുരസ്കാരങ്ങളാണ്? 5 പുരസ്കാരങ്ങളുടെ പേര് പറയും, നമ്മൾ ആളുകൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള. അതിപ്പം സംഗീത നാടക അക്കാദമി അവാർഡുണ്ട്, പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡുണ്ട്, പിന്നെ കേന്ദ്ര അവാർഡുണ്ട്, ദേശീയ അവാർഡുണ്ട്, പിന്നെ പത്മഭൂഷൺ, വിഭൂഷൺ എല്ലാം ഉണ്ടല്ലോ. ഇഷ്ടം പോലെ. 6 കഴിഞ്ഞു. അതെ അതെ. ഓക്കെ, അപ്പൊ അതിഗംഭീരമായിട്ട് സൂപ്പറായിരുന്നു നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, യെസ്.